വരെ അന്തർദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പൂപ്പൊലി 2025. വരൂ, വർണ്ണങ്ങളുടെ വിസ്മയ ലോകത്തേക്ക്. പുഷ്പമേളയുടെ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായകമാകും. വരൂ, കേരള കാർഷിക സർവകലാശാല ജനുവരി 1 മുതൽ 15 വരെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും പോയൊന്നും കണ്ടാണല്ലേ പുതിയ. മാഷേ എടുത്തോട്ടെ. ഓ മാഷേ, എങ്ങനെയാണ് നമ്മുടെ പൂപ്പൊലി? എല്ലാ വർഷവും നടന്നു വരുന്ന കാർഷിക പുഷ്പ പ്രദർശന മേളയായ അമ്പലവയൽ ഫാമിന്റെ പൂപ്പൊലി വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. മുമ്പ് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് അഭിപ്രായം? സാധാരണ ഈ സമയത്ത് നമ്മൾ തുടങ്ങിയിട്ടല്ല, നമ്മുടെ എൻട്രൻസ് മോഡ് കഴിഞ്ഞിട്ടല്ലേ? ഏതാണ്ട് ദിവസം പോയി നോക്കല്ലേ? പോയി നോക്കാം. ചെയ്യേണ്ടതാണ്. സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് വടുവഞ്ചാൽ റോഡിൽ ചേർക്കുക. സന്ദർശകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയകളിൽ മാത്രം പാർക്ക് ചെയ്ത് സഹകരിക്കുക. സുഹൃത്തുക്കളെ, അങ്ങനെ അമ്പലവയൽ പൂപ്പൊലി ഗംഭീരമായിട്ട് 2 സൈഡിലും പൂക്കൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു കുളം. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആണോ? ഫൗണ്ടനുണ്ട്. ഓണുണ്ട്. ഓക്കെ ഓക്കെ. രസമാക്കില്ലേ? ഒരു വൃന്ദാവൻ ലുക്ക്, ഗാർഡൻ ലുക്ക് ഇല്ലേ? ഓക്കെ ഓക്കെ. മാഷ, എങ്ങനെയുണ്ട് പൂപ്പൊലി? പറഞ്ഞോളൂ. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ? പൂപ്പൊലി എന്ന് കേൾക്കുമ്പോൾ എന്തായാലും ഒന്ന് വന്നു പോകാതിരിക്കാൻ പറ്റില്ല. അതെ അതെ. കഴിഞ്ഞ വർഷം വന്നതാണെങ്കിലും വീണ്ടും വരാനുള്ളൊരു. അത് ശരി. മൊത്തം കണ്ടോ? അതങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. ഒരുപാടുണ്ടല്ലോ കാണാൻ. അതെ അതെ. നമ്മുടെ ജാഫർ മാഷ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇനിയും നടക്കാനുണ്ട്, ഒരുപാട് നടക്കാണ്ട്. ഇനിയും നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അതെ അതെ അതെ.
ഓ മംഗലാപുരത്ത് നിന്ന് വന്ന സംസ്ഥാൻ എത്രയും പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് എത്തിച്ചേരുക. ശ്രദ്ധിക്കുക, മംഗലാപുരത്ത് നിന്ന് വന്ന സംസ്ഥാൻ എത്രയും പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് എത്തിച്ചേരുക. ശ്രദ്ധിക്കുക, KVK ഗേറ്റിന് സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന KN 52U 6003 എന്ന വാഹനം എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. മാഷേ നമ്മളെ പൂപ്പൊലിയിൽ നമ്മളെ യന്ത്രൂഞ്ഞാല് നമ്മൾ യന്ത്രൂഞ്ഞാൽ കയറിയുണ്ടോ? ഉണ്ടോ? എന്തായിരുന്നു അനുഭവം? മുകളിലെത്തുമ്പോ ഭയങ്കര പേടി. ഒരു വഴി ശരി വരി എന്താണ് ഈ പിന്നെ ഇതൊക്കെ കണ്ടപ്പോ തോന്നുന്നത് നമ്മൾ യന്ത്രൂഞ്ഞാല് കണ്ടോ? പണ്ടേ നമ്മളെ കൂടുതൽ പെരിങ്കടമ്പയിൽ ചന്ത ഉണ്ടായിരുന്നു. അതെ അതെ കുറെ അന്ന് രക്ഷിതാവിന്റെ കൂടെ അവിടെ പോയത് ഇങ്ങനെ ഓർമ്മയുണ്ട്. അല്ല അതേപോലെ യന്ത്രൂഞ്ഞാല് ജാഫർ മാഷി കയറിയിട്ട് പറഞ്ഞു. യന്ത്രജാലിന്റെ മുകളിൽ കയറിയാലേ മുകളിലെത്തുന്ന ഒരേ പ്രശ്നമൊന്നുമില്ല, താഴേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ഭയങ്കര പേടി. അതിപ്പോ വയനാട്ടിൽ പൂപ്പൊലിക്ക് എത്തിയ വീണ്ടും തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മകളൊക്കെ വീണ്ടും ഇങ്ങനെ അയവ്. ഏതായാലും അതിൽ കയറണമെന്ന് മാത്രം പറയരുത്. അല്ല 1 മിനിറ്റ് ജാഫർ മാഷേ, നിങ്ങള് പിന്നെ കയറുന്നുണ്ടോ? അല്ല, ഞാൻ കയറുന്നില്ല. ഞങ്ങൾ വേണം നോക്കിക്കട്ടോ. നിങ്ങൾക്കൊന്ന് കയറുന്നേ കയറാം, ഞങ്ങൾ നോക്കിക്കാം. അതെ അതെ അതെ. ഏതായാലും നമ്മളൊരു കാര്യം ചെയ്യാം. ഏതായാലും ഇതൊരു ഗൃഹാതുര സ്മരണകളാണല്ലോ. എന്തുകൊണ്ടാലും അങ്ങനെ കാണുമ്പോ ചൂടുള്ള ഒരു ചായ കുടിക്കുക, അതാ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. എന്തൊക്കെയാ സജിമാഷേ? ഏതാണ്ട് ചുറ്റി നടന്ന് കണ്ട് ഭയങ്കര തിരക്കാണ് അല്ലേ? എല്ലാ സ്ഥലവും കണ്ടു തീർന്നോ? അതെ, മൊത്തം ചുറ്റി നടന്ന്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട്, അതെ. എന്നാൽ ഈ വർഷം എന്തെങ്കിലും ഒരു പുതുമ തോന്നി? ഈ വർഷം പുതുമ തോന്നുന്നത് വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ പകല വന്നത്. അപ്പൊ രാത്രി എത്തിയോണ്ട് ഒരു ഈ ലൈറ്റിന്റെ ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു വർണ്ണക്കാഴ്ചകളായിട്ട്. വർണ്ണക്കാഴ്ച. അതെ അതെ. വയനാടൻ പൂപ്പൊലി. അപ്പൊ ഏതായാലും മൊത്തം ചുറ്റിയാണെന്ന് കണ്ടു. അല്ലേ? ഓരോ വർഷം ഒരു വ്യത്യസ്തത ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് പിന്നെ മാത്രമല്ല ആളുകൾ ഭയങ്കര തിരക്കാണ്, ആളുകൾ കൊണ്ട് ഒഴുകി വെക്കുകയാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പകല് വരുന്നതിനേക്കാൾ കുറച്ചുകൂടെ രാത്രി വരുമ്പോ അതിനൊരു അതെ അതെ അതെ. അട്രാക്ഷൻ കാരണം എന്താ വെച്ചാല് ഈ ലൈറ്റ് എല്ലാം കൂടി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആവുന്നതാണ് എന്റെ അഭിപ്രായം. കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റാളിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. മാഷ എങ്ങനെയുണ്ട് സംഭവം? ഗംഭീരായില്ലേ? യാത്ര അടിപൊളിയായി. ഓക്കെ. അങ്ങനെ പൂപ്പൊലി കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്.
ഗംഭീരം. വരേണ്ട സമയം ഇതാണ്. നല്ല ജനത്തിരക്കല്ലേ, വൻ ജനാവലി. അതെ അതെ തിരക്കാണിതാ ഇപ്പൊ കൊണ്ടുപോയി വൻ തിരക്ക്. ലിമാശേ എങ്ങനെ തിരക്ക്? ജനസാഗരല്ലേ. കാലം വന്നു പൂക്കാലം.